സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വന്നിടിവ് 22 ക്യാരറ്റ് 1 ഗ്രാം സ്വർണ്ണത്തിന് രാവിലത്തെ വിലയിൽ നിന്ന് 265 രൂപ കുറഞ്ഞിരിക്കുന്നു. 22 ക്യാരറ്റ് 1 ഗ്രാം സ്വർണ്ണത്തിന് 13,150 രൂപയാണ് ഇപ്പോൾ വില വരുന്നത്. ഇതോടെ ഒരു പവന് 1,06,000 രൂപയായി ഉച്ചയ്ക്ക് ശേഷമുള്ള വില. അന്താരാഷ്ട്ര വിപണിയിലെ അസ്ഥിരതയാണ് ഈ അപ്രതീക്ഷിത മാറ്റങ്ങൾക്ക് കാരണം. ആഗോള വിപണിയിൽ എണ്ണവില വീണ്ടും കുത്തനെ ഉയരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ പവന് 480 രൂപ കുറഞ്ഞ സ്വർണ്ണവിലയിൽ ഉച്ചയോടെ 1,720 രൂപയാണ് ഇടിഞ്ഞത്. ഇതോടെ ഇന്ന് 2 തവണകളിലായി 2,200 രൂപയുടെ ഇടിവാണുണ്ടായതും ഗ്രാമിന് ആനുപാതികമായി 215 രൂപയാണ് താഴ്ന്നത്. 13,250 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ പുതിയ വില. ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവില ഉയരാൻ കാരണം. എന്നാൽ ഇന്ന് എണ്ണവില വീണ്ടും ബാരലിന് $105 മുകളിലെത്തി നിൽക്കുകയാണ്. ഇതാണ് ഇന്ന് സ്വർണ്ണവിലയെ സ്വാധീനിച്ചതും. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 1,26,920 രൂപയായിരുന്നു സ്വർണ്ണവില. ഇത് തന്നെയാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക്. പിന്നീടുള്ള ദിവസങ്ങളിൽ വില താഴ്ന്ന് 23-ന് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരമായ 1,00,000-ൽ താഴെയെത്തി സ്വർണ്ണവില. 3 ആഴ്ചക്കിടെ ഏകദേശം 27,000 രൂപയാണ് കുറഞ്ഞത്. എന്നാൽ ആഗോള വിപണിയിൽ എണ്ണവില കുറയാൻ തുടങ്ങിയതോടെ നഷ്ടപ്പെട്ട ഉയരങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ കണ്ടത്. 2 ദിവസത്തിനിടെ 8,000 രൂപയിലധികം വർധനയുമുണ്ടായി. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇറാനുമായി ചർച്ച ആരംഭിച്ചതായുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളെ തുടർന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എണ്ണവില കുറഞ്ഞത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവ് വന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എണ്ണവില കുറയാനും സഹായകമായതും. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക മുന്നോട്ട് വെച്ച 15-ഇന പദ്ധതി ഇറാൻ തള്ളിയതോടെ വീണ്ടും പശ്ചിമേഷ്യയിൽ സംഘർഷം മൂർച്ഛിക്കുകയായിരുന്നു. ഇത് തന്നെയാണ് എണ്ണവില ഉയരാനും ഇടയാക്കിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ തുടക്കത്തിൽ വൻ കുതിപ്പ് നടത്തിയ സ്വർണ്ണവില പിന്നീട് ഇടിയുന്നതാണ് കണ്ടത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങി കൂട്ടിയതാണ് സ്വർണ്ണവില 1,00,000 കടന്നു കുതിക്കാനും കാരണമായത്. ജനുവരി 29-ന് രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23-നാണ് പവൻ വില ആദ്യമായി 1,00,000 കടന്നതും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.